മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമം ഇല്ലാത്തത് കൊണ്ട് ആമേൻ ഈ നാമം ഉയർത്തപ്പെട്ടേ മതിയാകത്തുള്ളൂ. ആമേൻ. ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണ്. യേശു ആരാണ്? എന്തിന് ജനിച്ചു? എങ്ങനെ ജനിച്ചു? എന്ത് സംസാരിച്ചു? എവിടെ വളർന്നു? എങ്ങനെ വളർന്നു? എത്ര നാൾ ശുശ്രൂഷിച്ചു? എന്താണ് ശുശ്രൂഷിച്ചത്? എങ്ങനെയാണ് മരിച്ചത്? അടക്കപ്പെട്ടോ? ഉയർത്തെഴുന്നേറ്റോ? ഇപ്പോഴെവിടെ? ഇനി വരുമോ? ഇതുപോലെയുള്ള ഒരു കെട്ട് ചോദ്യങ്ങളുടെ മറുപടിയാണ് സുവിശേഷ യോഗത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. എന്റെ ഈ ചെറിയ പ്രഭാഷണ ജീവിതത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ ആവേശമുള്ള ഒത്തിരി സംഭവങ്ങൾ ബൈബിളിന്റെ അകത്തുണ്ട്. കവിണയ്ക്കകത്ത് കല്ല് വെച്ച് കവിണ കറക്കി കല്ലെറിഞ്ഞ് കട്ടിയുള്ള ഗോലിയാത്തിന്റെ നെറ്റിത്തടം പൊട്ടിച്ച ദാവീദിന്റെ യുദ്ധം എനിക്ക് ആവേശമാണ്. കഴുതയുടെ